ലിറ്റ് മാസ്റ്റർ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്രീസിയേറ്റിംഗ് പ്രോസ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 3ാം സെമസ്റ്റർ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലെ കോർ കോഴ്സായ അപ്രീസിയേറ്റിംഗ് പ്രോസ് അതിൻ്റെ 2ാം ഭാഗം ഇൻട്രൊഡക്ഷൻ ടു പ്രോസ് എന്ന ചാപ്റ്ററിലെ 2ാം ഭാഗത്താണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത്. PT പ്രസൻറ്റേഷനോടുകൂടി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയാണ്. എല്ലാ വിദ്യാർത്ഥികളും വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് നേരിട്ട് ആമുഖമില്ലാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് ന്യൂസ് പേപ്പർ ആൻഡ് ജേർണൽ ആർട്ടിക്കിൾ എന്ന ഭാഗത്തു കൂടിയാണ്. In the last class we discussed about how to write an article and how to write an fiction like that. എങ്ങനെ ഫിക്ഷന് ആർട്ടിക്കിളൊക്കെ എഴുതാം, അതിൻ്റെ ഭാഗത്തിലൂടെയൊക്കെ നമ്മൾ പോയി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ന്യൂസ് പേപ്പർ ആർട്ടിക്കിളും ജേർണൽ ആർട്ടിക്കിളിനെയൊക്കെ കുറിച്ചിട്ടാണ്. ദെൻ വാട്ട് ഈസ് എ ന്യൂസ് പേപ്പർ ആർട്ടിക്കിൾ? എ ന്യൂസ് ആർട്ടിക്കിൾ ഡിസ്കസ് കറന്റ് ഓർ റീസെന്റ് ന്യൂസ് ഓഫ് either general interest, that is daily newspapers, or of a specific topic, that is political, trade news magazines, club newsletters, or technology news websites. We can say that it is a news article discusses current or recent news of either general interest. A news article ഡിസ്കസ് ചെയ്യുന്നത് ഒരു പൊതു താല്പര്യത്തിലുള്ള ഒരു റീസെന്റ് ന്യൂസിനെ ആയിരിക്കാം. സാധാരണഗതിയിൽ ഇന്നിപ്പോൾ ആണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമുക്കറിയാം പൊളിറ്റിക്കൽ ന്യൂസിൽ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത് അതായിരിക്കാം. or of a specific topic, it may be a specific topic of political, trade, or club newsletters or technology news websites. There are different topics to be discussed. For example, if you are taking a magazine which is related to technology or which is related to vehicles, we could say that newspaper, that magazine may discuss about a about a vehicle which is released. ഒരു പുതുതായി വന്ന ഒരു വെഹിക്കിളിനെ കുറിച്ചായിരിക്കാം ഒരു പക്ഷേ അതിൽ ആർട്ടിക്കിൾ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ കറന്റ് ആയിട്ടുള്ള ഒന്നിനെ കുറിച്ചാണെങ്കിൽ അത് ന്യൂസ് പേപ്പറിൽ വരുന്നതാണ്. ജനറൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണെങ്കിൽ, ജനറൽ ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതാണ് ന്യൂസ് പേപ്പറിൽ വരുന്നത്. ജനറൽ ഇൻട്രസ്റ്റ് അല്ല എങ്കിൽ, പൊതു താല്പര്യം, എല്ലാവർക്കും താല്പര്യമില്ല എങ്കിൽ, ഓരോരുത്തർക്കും താല്പര്യമുള്ള മാഗസിനുകളുണ്ട്, അതിലാണ് വരുന്നത്. അങ്ങനെയുള്ള ആർട്ടിക്കിളുകളെയാണ് നമ്മൾ എന്ത് പറയാ, ന്യൂസ് ആർട്ടിക്കിൾ എന്ന് പറയാം. A news article can include accounts of eyewitness to the happening event. It can contain photographs, accounts, statistics, graphs, recollections, interviews, polls, debates on the topic, etc. A news article can include accounts of eyewitness. There may be a person who witnessed the event, and we can take his accounts, his views and opinion about the account, about the happening. And it can contain photographs, accounts, statistics, graph, recollections, interviews, polls, debates on the topic. ഇതൊക്കെ അതിലേക്ക് വരാം. അപ്പോൾ ഉദാഹരണം, കാലിക്കറ്റ് കരിപ്പൂർ എയർപോർട്ടിൽ ഒരു പ്ലെയിൻ ക്രാഷ് ഉണ്ടായി. 2ാമത്തെ ദിവസമൊക്കെ വരുന്ന ഒരു ആർട്ടിക്കിളിൽ അതിൽ ഐ വിറ്റ്നസിൻ്റെ അഭിപ്രായങ്ങൾ ഉണ്ടാവും, അതിൽ ഫോട്ടോഗ്രാഫ്സ് ഉണ്ടാവും, കണക്കുകൾ ഉണ്ടാകും, പിന്നെ ഗ്രാഫിക്, എങ്ങനെയാണ് ആ പ്ലെയിൻ അവിടെ വന്ന് പതിച്ചത് എന്നതിൻ്റെ ഗ്രാഫിക് പ്രസൻറ്റേഷൻ ഉണ്ടാവും. റീകളക്ഷൻസ് ഓഫ് ദ പീപ്പിൾ ഹു ഇൻവോൾവ്ഡ് ഇൻ ദാറ്റ് ആക്സിഡൻറ്റ് മേ ബി ഇൻക്ലൂഡഡ്. അതിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ, അതിൽ ആ ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ള ആളുകളുടെ ഓർമ്മകൾ ഉണ്ടായേക്കാം. ദർ മേ ബി ഇൻ്റർവ്യൂസ് വിത്ത് ദ policemen or the district collector or parliamentary member or any other persons. മറ്റുള്ള ഏതെങ്കിലും ആളുകളൊക്കെ ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കാം. പോൾസ്, ഡിബേറ്റ്സ് ഓൺ ദ ടോപ്പിക്, ഇതൊക്കെ അതിൽ വന്നേക്കാം. Headlines can be used to focus the reader's attention on a particular part of the article. There may be subheadings, headlines to indicate different areas of the topic and to attract the people who are reading the article. ഇടയ്ക്കിടയ്ക്ക് സബ് ഹെഡിങ്ങുകളൊക്കെ ഉണ്ടാകും. The writer can give facts and detailed information following answers to general questions like
who, what, when, where, why, and how. The writer who is on a news article should answer the questions of who, what, when, where, why, and how. We can take the example of plane crash that occurred in Calicut. നമുക്ക് ആ ഒരു ഉദാഹരണത്തിൽ തന്നെ പറയാം. Who, what happened there, who are died, when it happened, where it is, why the plane crashed, എന്താണ് അതിന്റെ കാരണം, why. അപ്പോൾ ഒരുപാട് കാരണങ്ങൾ പറയപ്പെട്ടു. ടയർ ജാം ആയത് പോയതാണ്. ദർ ഇസ് നോ സിഗ്നൽ ഫ്രം ദ സെന്റേഴ്സ്, അതിന് സിഗ്നൽ ഉണ്ടായിരുന്നില്ല. ആൻഡ് ഹൗ, ഇതൊക്കെയാണ് കാരണം. എങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ദ പൈലറ്റ് കനോട്ട് ബ്രേക്ക് ഡൗൺ ഓർ ദ പൈലറ്റ് കനോട്ട് സ്റ്റോപ്പ് ദ പ്ലെയിൻ. അയാൾക്ക് നിർത്താൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായത്. ആൻഡ് അത് പിന്നെ കടന്നു പോയിട്ട് എയർപോർട്ടിന്റെ പുറത്തേക്ക് പോയി. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും മറുപടിയായിട്ട് ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ ചെയ്യുമ്പോൾ ആ ആർട്ടിക്കിൾ പൂർണ്ണമാകും. ജേണൽ ആർട്ടിക്കിൾസ് ആർ ഷോർട്ടർ ദാൻ ബുക്ക് written about a very specific topic. It may be shorter than a book written in this specific topic. It is clear. A journal is a collection of articles that അപ്പോൾ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ജേണൽ ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ജേണൽ ആർട്ടിക്കിൾസ് ആർ ഷോർട്ടർ ദാൻ എ ബുക്ക്. ഒരു ബുക്കിന്റെ അത്ര തന്നെ ഉണ്ടാവില്ല, കുറച്ചുകൂടി ചെറുത്. എന്നാൽ ന്യൂസ് പേപ്പർ ആർട്ടിക്കിളിനേക്കാളും വലുതായിരിക്കും. A journal is a collection of articles that is published regularly throughout the year. It is published regularly throughout the year. കൃത്യമായ വർഷങ്ങളിൽ പബ്ലിഷ് ചെയ്യുന്നത്. And a collection of articles, there may be a collection of journal എന്നതിന് മറ്റൊരു അർത്ഥവും കൂടി ഉണ്ട്. ഒരു മാഗസിൻ എന്ന അല്ലെങ്കിൽ ഒരു ജേണൽ എന്ന കളക്ഷൻ ഓഫ് ആർട്ടിക്കിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പുസ്തകം അല്ലെങ്കിൽ ഒരു റെഗുലർലി പബ്ലിഷ് ചെയ്യുന്ന ഒരു മാഗസിൻ എന്ന അർത്ഥവുമുണ്ട്. റിട്ടൺ ബൈ എക്സ്പേർട്സ് ഫോർ എക്സ്പേർട്സ്. ജേണൽസ് ആർട്ടിക്കിൾസ് ഇൻ എ ജേണൽ ഈസ് റിട്ടൺ ബൈ എക്സ്പേർട്സ് ഫോർ എക്സ്പേർട്സ്. എക്സ്പേർട്ടായ ആളുകൾ എക്സ്പേർട്ടുകൾക്ക് വേണ്ടി എഴുതുന്നതാണ്, എല്ലാവർക്കും വേണ്ടി എഴുതുന്നതല്ല. നോട്ട് ഫോർ ദ ജനറൽ റീഡിംഗ് ഓർ ദ പീപ്പിൾ who have no interest in the topic. And to facilitate scholarly communication, filter for error. A journal article is to facilitate scholarly communication to the audience. It is written for the scholarly communication to the audience. And filter for error. In journal article we could see a filtration of error. There is no error. There may be peer reviews, there may be expert reviews in a journal article. Experts are reviewing the article, and a filtering process is going in a journal article. So we can enter into philosophical essay next. Any academic writing that defends a claim that can be proven as reasonable can be considered philosophical writing. What is philosophical writing? Philosophical writing that defends a claim. It defends a claim that can be proven as reasonable. That claim can be proven as reasonable and can be considered philosophical, and it can be considered philosophical writing. നമുക്കൊരു ആശയമുണ്ട്, ആ ആശയത്തെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്തിട്ട് എഴുതുന്നതിനെയാണ് എന്ത് പറയുക, ഫിലോസോഫിക്കൽ റൈറ്റിംഗ് എന്ന് പറയുക. Philosophical writing adheres to a strict core format that must always be followed. It has a core strict format. It is a claim or a fact that the essay writer presents as reality throughout the essay. We know that the writer expresses a claim or a fact in a way the audience may understand it as real. ഒരു ഫാക്റ്റിനെയോ ഒരു ക്ലെയിമിനെയോ ഒരു റൈറ്റർ അവതരിപ്പിക്കുന്നു, ആൻഡ് ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് റിയൽ. ഓഡിയൻസ് അതിന് റിയൽ ആണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. നമുക്കിതിൽ പഠിക്കാനുള്ള ഒരുപാട് എസ്സേയിൽ ഫിലോസോഫിക്കൽ എസ്സേ ആണ്. ഓഫ് സ്റ്റഡീസിനെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ ഉണ്ട്. ഓഫ് സ്റ്റഡീസ് എന്ന പേരിലുള്ള ഒരു എസ്സേ ഉണ്ട്. പഠനത്തെ കുറിച്ചിട്ടുള്ളതാണ്. വി നോ വാട്ട് ഈസ് സ്റ്റഡി. പക്ഷെ അതിന് ഫിലോസോഫിക്കലി സമീപിക്കുകയാണ്.
ഫ്രാൻസിസ് ബേക്കൺ ആ എസ്സേയിലൂടെ ചെയ്യുന്നത്. ആ എസ്സേ എടുക്കുന്ന സമയത്ത് നമുക്കതിനെക്കുറിച്ച് പറയാം. Through the whole paper, the writer strived to defend the claim he made and prove a wide range of facts that got to support it. Through the whole the paper, through the whole the essay, the writer strived to defend the claim. The writer strives to defend the claim. അയാൾ ആ ക്ലൈമിനെ, ആ വാദത്തെ പിന്നെ പ്രതിരോധിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും. He made and the claim he made and provide a wide range of facts that got to support it. And he provides a wide range of facts that go to support it. There may be many facts that to support that claim. There positive and negative arguments. There may be positive and negative arguments in philosophical essay. Philosophical essay may be written to defend a positive argument or to defend a negative argument. ഒന്നുകിൽ നമുക്ക് നെഗറ്റീവ് ആർഗ്യുമെന്റിന് അങ്ങനെ സംഭവിക്കില്ല, അങ്ങനെ സംഭവിക്കും. രണ്ടിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം, എഴുതാം. For example, a person is writing an essay on secularism, positivity of secularism. Then we could say that he is writing, he is supporting secularism and he is writing an essay on the topic, and there may be many claims or many facts and also many accounts for his claim. അയാളുടെ ക്ലെയിമിന് വേണ്ടിയിട്ട് അയാൾ ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നേക്കാം. There may be another person who is not supporting secularism. He is writing against the secularism. He has there may be he has many clues, many claims and many facts to be submitted as to prove that claim. ആ ക്ലെയിമിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാക്റ്റുകളൊക്കെ അദ്ദേഹം അവിടെ കൊണ്ടുവന്നത് സമർപ്പിച്ചേക്കാം. സോ ഫിലോസോഫിക്കൽ എസ്സേ ഈസ് a claim to defend it. It is a writing to defend a claim or a fact. I hope it is clear. So we can go to next part, scientific essay. A scientific essay is an article whereby you have to analyze a scientific issue or problem and then try to develop a solution on the basis of factual information, and perhaps provide some of your opinions on the matter as well. Scientific essay is different. It is an article whereby you have to analyze a scientific issue. In this essay you are analyzing a scientific issue or problem. ഈ എസ്സേയിൽ നമ്മൾ സയന്റിഫിക് എസ്സേ ഒരു പ്രശ്നത്തെയാണ് അനലൈസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ട്രൈ ടു ഡെവലപ്പ് എ സൊല്യൂഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഫാക്ച്വൽ ഇൻഫർമേഷൻ. On the basis of factual information we are trying to analyze that solution. കുറെ ഫാക്റ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ അനലൈസ് ചെയ്യാൻ. സയന്റിഫിക് ആയതുകൊണ്ട് അത് എംപിരിക്കൽ ആയിരിക്കണം. നമുക്കറിയാം സയന്റിഫിക് ആയതുകൊണ്ട് തന്നെ ഒരുപാട് തെളിവുകൾ ഫാക്റ്റുകളൊക്കെ വെച്ചിട്ട് നമ്മളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഒരു വാദം, ഇപ്പൊ സൂര്യന് ചുറ്റും ഭൂമി കറങ്ങുന്നു, അതിനെക്കുറിച്ചാണ് നമ്മൾ എസ്സേ എഴുതുന്നതെങ്കിൽ we should have to give facts. നമുക്ക് ഫാക്റ്റുകൾ നൽകണം. and we can provide our opinion on the matter as well. നമുക്ക് നമ്മുടെ അഭിപ്രായവും പറയാൻ പറ്റും. So essays on science are different from other types of essays on the basis of the freedom they allow. In scientific essay there is no such a freedom that we have in philosophical essay. In philosophical essay we have a claim and we can say everything that support that claim, but in scientific essay we could not submit any of facts which is not true, any of opinion which could not be പ്രൂവ് ചെയ്യപ്പെടാത്ത ഒരു സാധനത്തെ നമുക്ക് വെക്കാൻ പാടില്ല. ഫിലോസോഫിക്കൽ എസ്സേയിൽ അത് നമുക്കൊക്കെ വെക്കാം. ആളുകൾക്ക് ബുദ്ധിക്ക് ചിലപ്പോഴൊക്കെ ഒരു തോന്നലുണ്ടാകുന്നത് നമുക്ക് വെക്കാം. പക്ഷെ പ്രൂവണായ കാര്യങ്ങൾ മാത്രമേ ഇതിൽ വെക്കാൻ പാടുള്ളൂ. സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കാൻ പാടുള്ളൂ. ഇപ്പോ ഓഫ് ഡോർസ് എന്ന് പറയുന്ന ഒരു എസ്സേ ഉണ്ട്, ചെസ്റ്റേട്ടന്റെ ഒരു എസ്സേ ആണത്. ആ ഡോറുകളെ കുറിച്ചാണ് പറയുന്നത്, വാതിലുകളെ കുറിച്ചിട്ട്. ഓരോ വാതിലും ഓരോ ആശയത്തിലേക്കുള്ള തുറന്നു വെച്ച ഒരു ഇടമാണ് എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ആശയത്തിലേക്ക് തുറന്നു വെച്ചതാണ് ഒരു വാതിൽ.
വാതിലിനെ കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ സാധാ വാതിലുകളെ കുറിച്ചിട്ടുള്ള ഒരു എസ്സേ ആണ്. അതിൽ ആശയത്തിലേക്ക് തുറന്നു വെച്ചത ഒന്നാണ് വാതിൽ എന്ന് പറയുന്നുണ്ട്. സത്യത്തിൽ അങ്ങനെയാണോ? ഫാക്റ്റ് ആണോ? അത് ഫാക്റ്റ് അല്ല, പക്ഷെ അത് ഫിലോസോഫിക്കൽ ആണ്. നമുക്ക് അതിനെ ഫിലോസോഫിക്കൽ എസ്സേയിൽ ഉൾപ്പെടുത്താം, പക്ഷെ സയന്റിഫിക് എസ്സേയിൽ അതിനെ ഉൾപ്പെടുത്താൻ പാടില്ല. സബ്ജക്റ്റിവിറ്റി, പ്രാഗ്മാറ്റിക്സം, ഫാക്ച്വൽ നോളജ്. വി നോ ഒബ്ജക്റ്റിവിറ്റി സയന്റിഫിക് എസ്സേയിലും സയന്റിഫിക് പ്രവർത്തനങ്ങളിലൊക്കെ ഒബ്ജക്റ്റിവിറ്റിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഒബ്ജക്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വസ്തുനിഷ്ഠമായി കാര്യങ്ങളെ സമീപിക്കുക എന്നത്. ഒരിക്കലും നമ്മളുടെ ഉദ്ദേശമോ നമ്മളുടെ ആഗ്രഹമോ നമ്മളുടെ ചിന്തയോ നമ്മുടെ വിചാരങ്ങളോ ഉൾപ്പെടാതെ കൃത്യം കാര്യങ്ങൾ എങ്ങനെയാണോ അത് അതിൽ ഉൾപ്പെടുത്തുന്നതാണ് ഒബ്ജക്റ്റീവായി എഴുതുക എന്ന് പറഞ്ഞത്. വാതിൽ ഒരു ആശയത്തിലേക്ക് തുറന്നു വെച്ചതാണ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ കാഴ്ചപ്പാടാണ്. ആശയത്തിലേക്ക് മാത്രമാകില്ല, ഒരു റൂമിലേക്കും തുറന്നു വെച്ചതാകാം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ആശയം എഴുതുന്നത് സബ്ജക്റ്റീവാണ്, കവിത സബ്ജക്റ്റീവാണ്, ഫിക്ഷൻ സബ്ജക്റ്റീവാണ്, പക്ഷെ സയന്റിഫിക് എസ്സേ ഒബ്ജക്റ്റീവാണ്. പ്രാഗ്മാറ്റിസം, അതിൽ വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാവുള്ളൂ. ഫാക്ച്വൽ നോളജ് ഓർ ഫാക്റ്റിനനുസരിച്ചിട്ടുള്ള നോളജ് ഉണ്ടാവുള്ളൂ, ഊഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള നോളജ് അതിൽ ഉണ്ടാവില്ല. സോ സയന്റിഫിക് എസ്സേ ഈസ് ഇമ്പോർട്ടൻറ്റ്, യു ഹാവ് ടു focus on it. Then travelogue. What is travelogue? A piece of writing about travel. A piece of writing about travel. We are traveling and we are writing about our travel. The genre of travel literature encompasses outdoor literature, guidebooks, nature writing, and travel memoirs. It encompasses outdoor literature. Outdoor literature means we are writing about the things we have seen in outdoor. We have seen outdoor. നമ്മൾ പുറത്ത് കണ്ട വസ്തുക്കളെ കുറിച്ചൊക്കെ എഴുതുന്നു. ഗൈഡ് ബുക്സുകളെ കുറിച്ച് നമുക്ക് എഴുതാം. ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോകുമ്പോൾ ഗൈഡ് ബുക്സ് കിട്ടും, അതിലുള്ള കാര്യങ്ങൾ അതിലേക്ക് വന്നേക്കാം. നേച്ചർ റൈറ്റിംഗ്, we are writing about the nature. We are going through a forest area. We could write down on that forest, on the trees we have seen there, on the animals we encountered there, on the different creatures we faced there. അതൊക്കെ നമുക്ക് and there may be different problems and different obstacles we faced there. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. Travel memoirs. Also we include travel memoirs. Personal impressions and expressions supported by images. In this writing, there may be personal impressions. When we are താജ്മഹൽ കണ്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ താജ്മഹലിനെ കുറിച്ച് എഴുതും. ലക്ഷക്കണക്കിന് ആളുകൾ താജ്മഹലിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പം നമ്മൾ എഴുതുന്നത് what we have seen there, നമ്മൾ എന്താണോ കണ്ടത് അത്, and our reflections and what are going through our mind is written in our travelogue. An expression supported by images. We may write, we may have taken many images from the area we have gone, and according to these images we may have many descriptions, different descriptions. നമുക്ക് ഓരോ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. And one of the example of V.S. Naipaul's A Wounded Civilization about India. V.S. Naipaul, we know, a prominent writer in 20th and 21st century. He was an Indian but migrated to a diasporic writer, lived in Britain and America, and he wrote about India when he traveled through the country. And sometimes this book, The Wounded Civilization, called many criticism against V.S. Naipaul. This book exclaimed about the poverty and illiteracy and unemployment and uncleanness of this country. ഈ രാജ്യത്തിന്റെ ഒരുപാട് കുറവുകളെ കുറിച്ചൊക്കെ അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, വൂണ്ടഡ് സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ വി എസ് നൈപോളിനെതിരെയുള്ള ഒരു ഇന്ത്യക്കാരനായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നതിലുള്ള ഒരു പിന്നെ വാദവും അതിനെതിരെയുണ്ട്. സോ ഇറ്റ് ഈസ് ട്രാവലോഗ്. സ്പീച്ച്. വാട്ട് ഈസ് സ്പീച്ച്? ഇറ്റ് ഈസ് a formal. There is a mistake in our slide. It is a formal address or discourse delivered to an audience. A formal address and discourse delivered to an audience. In a speech we could see there is an audience. We are expressing, or the speaker expresses his idea to an audience. ഒരു ഓഡിയൻസിനോടുള്ള സംസാരമാകുന്നു സ്പീച്ച്.
directly connect to large number of audience. Maybe there may be a large number of audience. Ideal speech in slow and in usual tone. Ideal speech may be in slow. The language he used is slow language. And in usual tone, tone may be usual. Speed and unusual tone is not expected in a speech, and it is not ideal speech. It should be delivered in an unbiased, unemotional way. The speech should be delivered unbiased and unemotional way. Emotional speech is not considered as ideal speech. Speakers should consider interest, expectations in nature and the audience of the audience ആണ് ട്ടോ. The speakers should consider the interest, expectations and nature of the audience. ഓഡിയൻസിന്റെ നേച്ചർ ഏതാണ്, അവരുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്, ഇൻട്രസ്റ്റ് എന്തൊക്കെയാണ്, ഇതെല്ലാം കണക്കാക്കണം സ്പീക്കർ. വെറുതെ പോയി പ്രസംഗിച്ചിട്ട് കാര്യമില്ല. 4 types of speech. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രസംഗിക്കുന്നത്? ടു ഇൻഫോം, ഒരു കാര്യം അറിയിക്കാൻ. ടു ഇൻസ്ട്രക്ട്, ഓരോ നിർദ്ദേശങ്ങൾ നൽകാൻ. ടു പെർസ്വേഡ്, പ്രേരിപ്പിക്കാൻ. ടു എൻ്റർടൈൻ, ആളുകളെ എന്താ പറയുക, അവർക്ക് വിനോദം നൽകാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നു. ഇൻഫർമേഷന് വേണ്ടിയിട്ട് പ്രസംഗിക്കാറുണ്ട്. പലപ്പോഴും പല ഇൻഫർമേഷൻ നമുക്കിപ്പോൾ വൈകുന്നേരം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കോവിഡ് കാലഘട്ടത്തിൽ നടത്തുന്ന ഒരു വാർത്താ സമ്മേളനം ഒരു പ്രസംഗം പോലെയാണല്ലോ. അത് ഇൻഫർമേഷൻ നൽകാൻ വേണ്ടിയിട്ടാണ്. ഇൻസ്ട്രക്ട്, പല സമയങ്ങളിലും സ്കൂൾ അസംബ്ലിയിലൊക്കെ നമുക്ക് നൽകുന്നത് ഇൻസ്ട്രക്ഷനാണ്. പെർസ്വേഷൻ, പല പൊളിറ്റിക്കൽ പാർട്ടീസ് നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ പെർസ്വേഡ് ചെയ്യാനാണ്. ആൻഡ് ടു എൻ്റർടൈൻ, പലപ്പോഴും കൊമേഡിയൻസ് ഒക്കെ നടത്തുന്ന പ്രസംഗങ്ങൾ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് പ്രസംഗങ്ങളായിട്ട് കാണലുണ്ട്. സോ ഫങ്ഷൻസ് ഓഫ് പ്രോസ്. Prose is a form or technique of language and that exhibits a natural flow of speech and grammatical structure. ഇനി പ്രോസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോസ് ഇപ്പോൾ നമ്മൾ പഠിച്ചു. പ്രോസ് ഇസ് എ ഫോം ഓർ ടെക്നിക് ഓഫ് ലാംഗ്വേജ് ദാറ്റ് എക്സിബിറ്റ്സ് എ നാച്ചുറൽ ഫ്ലോ ഓഫ് സ്പീച്ച് ആൻഡ് ഗ്രമാറ്റിക്കൽ സ്ട്രക്ചർ. നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഗ്രമാറ്റിക്കൽ സ്ട്രക്ചറും ഒക്കെ ഉള്ള ഒരു നാച്ചുറൽ ഫ്ലോ ഉള്ള ഒരു സ്പീച്ച് ആകുന്നു പ്രോസ് എന്ന് പറയുന്നത്. ഇതിൽ ഏതൊക്കെ ഉൾപ്പെടുന്നു? നോവൽസ്, ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, ആർട്ടിക്കിൾസ് ആർ എക്സാമ്പിൾ ഫോർ പ്രോസ്. We already have discussed. T.S. Eliot noted. T.S. Eliot is a famous essayist, novelist, dramatist, and also a poet. He notes that the distinction between verse and prose is clear. The distinction between poetry and prose is obscure. നമുക്കറിയാം, വേഴ്സും പ്രോസും തമ്മിലുള്ളതിൻ്റെ വ്യത്യാസം നമുക്കറിയാൻ പറ്റും. വേഴ്സിൽ മീറ്റർ ഉണ്ടാകും, വേഴ്സിന് റിതം, താളമൊക്കെ ഉണ്ടാകും, വൃത്തവും അലങ്കാരമൊക്കെ ഉപയോഗിച്ചിട്ടാണ് വേഴ്സ് ഉപയോഗിക്കുക. ബട്ട് the poetry and prose is obscure. Poetry may be written. കവിത, ഇന്ന് നമുക്കറിയാം, ഇന്ന് കവിത നേരിട്ടൊരു വരിയായി എഴുതിയാൽ അത് കഥയാണെന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയൊക്കെയുള്ള കവിതകളുണ്ട്. സോ the differentiating line between prose and poetry is obscure എന്നാണ് ടി എസ് എലിയറ്റ് പറഞ്ഞിട്ടുള്ളത്. Developments in modern literature, including free verse and prose poetry, have led to two techniques indicating two ends on a spectrum of ways to compose language, composed to two discrete options. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് പോയട്രിയുടെ ഒക്കെ സ്ട്രക്ചർ വ്യത്യാസപ്പെട്ടു, അതേപോലെ തന്നെ പ്രോസിൻ്റെതും വ്യത്യാസപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടിൻ്റെയും ഇടയിലുള്ള ഗ്യാപ്പ് വ്യത്യസ്തമാണ്. ഗ്യാപ്പ് തിരിച്ചറിയുന്നില്ല. To tell a story straightforward. Functions of prose is, one of the function is that to tell a story straightforward. Straightforward ആയിട്ട് ഒരു സ്റ്റോറി പറയാൻ വേണ്ടി നമ്മൾ പ്രോസ് ഉപയോഗിക്കുന്നു. Writing to resemble day-to-day life. To resemble, to denote or to express day-to-day life, we are writing prose. Next, evolution of prose. We are going to evolution of prose. The earliest English prose work, the Anglo-Saxon law code of King Ethelbert I of Kent, was written within a few years of the arrival in England 1897 of Saint Augustine of Canterbury. സെന്റ് അഗസ്റ്റീൻ ഓഫ് കാന്റബറി എന്ന് പറയുന്ന ആള് കാന്റബറിയിലേക്ക് റോമിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്ന ബിഷപ്പായിരുന്നു. ആദ്യത്തെ ബിഷപ്പ്, ക്രിസ്ത്യൻ ബിഷപ്പ്. അദ്ദേഹമാണ്
പിന്നെ ആംഗ്ലോ സാക്സസിന്റെ ലോ ഓഫ് കോഡ്, അവരുടെ മതപരമായ കോഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കിങ് അൽത്തൽബർത്തിന്റെ കാലത്ത് ആദ്യമായി എഴുതിയിട്ടുള്ള ഒരു സാധനമാണ് ലോ കോഡ് ഓഫ് ആംഗ്ലോ സാക്സൺ ലോ കോഡ് എന്ന് പറയുന്ന സാധനം. ഇതാണ് ആദ്യമായി ആംഗ്ലോ സാക്സൺ പീരീഡിൽ എഴുതപ്പെട്ടിട്ടുള്ള സാധനം. ഓൺ ദി 17th and 18th century prose similarly practical in character includes more laws, wills and characters. 7ാം നൂറ്റാണ്ടിലും 8ാം നൂറ്റാണ്ടിലൊക്കെ ഇത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ലോസും വിൽസും ക്യാരക്ടേഴ്സ് ചാർട്ട് നോട്ട് ക്യാരക്ടേഴ്സ്, ചാർട്ടേഴ്സും ഒക്കെയാണ് ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്ന പ്രോസുകൾ എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഗുഡ്ബർട്ട്, ഹു വാസ് എ മങ്ക് അറ്റ് ജാറോ, ബീഡ് അറ്റ് എ ടൈം ഓഫ് ഹിസ് ഡെത്ത് ഹാഡ് ജസ്റ്റ് finished a translation of Gospel of John, though this does not survive. ബീഡ് എന്ന് പറയുന്ന പ്രശസ്തനായ എഴുത്തുകാരനുണ്ട്. അദ്ദേഹത്തിന്റെ ഗോസ്പൽ ഓഫ് ജോൺ എന്ന് പറയുന്ന പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ബീഡ് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന ഒരു അഭിപ്രായമുണ്ട്. 2 medical tracts, Herbarium and Medicina Equadrupedus Trudipus, very likely date from 18th century. 8th centuryയിൽ ഉണ്ടായിരുന്ന 2 മെഡിക്കൽ പുസ്തകങ്ങളാണ് ഇത് രണ്ടും. ഇതൊക്കെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററിയാണ്. ഏർലി ട്രാൻസ്ലേഷൻ ഇൻ ടു ഇംഗ്ലീഷിൽ ഉണ്ടായിരുന്ന ഏർലി ട്രാൻസ്ലേഷൻസ് എന്തൊക്കെയാണ് നോക്കാം നമുക്ക്. It began from 9th century when King Alfred, eager to improve the state of English learning, led a very vigorous program to translate into English certain books that are necessary for all men to know. എല്ലാവർക്കും അറിയേണ്ട പുസ്തകങ്ങളെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കിങ് ആൽഫ്രഡ് നടത്തിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് കുറെ ട്രാൻസ്ലേഷൻസ് വന്നിട്ടുള്ളത്. ആൽഫ്രഡ് തന്നെ ഭയങ്കരമായിട്ടുള്ള ട്രാൻസ്ലേറ്റർ ആയിരുന്നു. അടുത്ത സ്ലൈഡിൽ അദ്ദേഹത്തെ കുറിച്ചാണ്. ആൽഫ്രഡ് ഹിംസെൽഫ് ട്രാൻസ്ലേറ്റഡ് പാസ്റ്ററൽ സ്കെയർസ് ഓഫ് സെന്റ് ഗ്രിഗറി ഫസ്റ്റ് ദ ഗ്രേറ്റ്. സെന്റ് ഗ്രിഗറിയുടെ പാസ്റ്ററൽ കെയർ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. കൺസുലേഷൻ ഓഫ് ഫിലോസഫി ഓഫ് ബോയ്റ്റിയസിന്റെ കൺസുലേഷൻ ഓഫ് ഫിലോസഫി ട്രാൻസ്ലേറ്റ് ചെയ്തു. ദ സോളിലോക്വി ഓഫ് അഗസ്റ്റിൻ ഓഫ് ഹിപ്പോയുടെ സോളിലോക്വി അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. ആൻഡ് ദ ഫസ്റ്റ് 15 സാലൻസ്, അതിൽ നിയമങ്ങൾ, ആദ്യത്തെ 10 നിയമങ്ങൾ, 50 നിയമങ്ങൾ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. At Alfred's urging, Bishop Webfrith of Worcester translated the dialogues of Gregory. Probably Alfred inspired anonymous scholars to translate Bede's Historia Ecclesiastica and Paulus Orosius' Historian Adversum Paganos Libri 7 books of history against the pagans. Both of these works are much abridged. ഇനി കിങ് ആൽഫ്രഡിന്റെ നിർദ്ദേശപ്രകാരം ആരൊക്കെയോ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പുസ്തകങ്ങളാണ് ഹിസ്റ്റോറിയ എക്ലീസിയാസ്റ്റിക്ക എന്ന് പറയുന്ന പുസ്തകം, എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ബ്രിട്ടൻ, അതേപോലെ തന്നെ ഹിസ്റ്റോറിയൻ അഡ്വേഴ്സം പഗാനോസ് ലിബ്രി 7 ബുക്സ് ഓഫ് ഹിസ്റ്ററി ഓഫ് അഗേൻസ്റ്റ് പാഗൻസ് എന്ന പുസ്തകം. ഇതൊക്കെ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളതാണ്. ഇനി ദ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ പ്രോബബ്ലി ഒറിജിനേറ്റഡ് ഇൻ ആൽഫ്രഡ് റെയിൻ. കുറേ കഥകളുടെ ഒരു കൂട്ടമാണ്, ഹിസ്റ്റോറിക്കൽ ഇവന്റുകളുടെ ഒരു കൂട്ടമാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്ന് പറയുന്നത്. അത് ആൽഫ്രഡിന്റെ കാലത്താണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇറ്റ് ഇസ് ഏർലിയസ്റ്റ് അനൽസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രോണോളജിക്കൽ റെക്കോർഡ്. ബിഗിനിങ് ഇൻ ദ റെയിൻ ഓഫ് ജൂലിയസ് സീസർ ആർ ലാക്കോണിക് എക്സെപ്റ്റ് ദ എൻട്രി ഓഫ് ദ 755 which records in detail a feud between the West Saxon king Cynewulf and the Wunder Beast usurper Cynebeard. ഇതിലെ പല കാര്യങ്ങളും പണ്ടത്തെ ഇറ്റാലിയൻ ചരിത്രത്തിൽ നിന്നൊക്കെയുള്ള അവരുടെ പഴയ ലാറ്റിൻ ഹിസ്റ്ററിയിൽ നിന്നതാണ്. ചിലതൊക്കെ അതിനുശേഷമുള്ള ആംഗ്ലോ സാക്സൺ പീരിയഡിലുള്ളതുമാണ്. The entries covering the Danish wars of the late 19th century are much fuller, and those running from the reign of Ethelred II of the to the Norman conquest 1066 in several versions contain many passages of excellent writing. ഒരുപാട് തരത്തിലുള്ള റൈറ്റിംഗ് 1066 വരെയുള്ള നോമൻ കോൺകസ്റ്റ് വരെയുള്ള ഒരുപാട് ചരിത്ര ബന്ധിതമായിട്ടുള്ള കഥകളുടെ ഒരു കൂട്ടമാണ് ദ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. കിങ് ആൽഫ്രഡിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം ഇതാ വരുന്നു. He is known as the father of English prose. Who is the father of English prose? The first question you have to answer is who is the father of prose?
ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യേണ്ട ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്പർ എ, ഹു ഈസ് ദ ഫാദർ ഓഫ് പ്രോസ്, ഇംഗ്ലീഷ് പ്രോസ്? He became the king of Wessex in 871 AD. Before him, Anglo-Saxon prose was some laws and historical records. അദ്ദേഹത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞു ആംഗ്ലോ സാക്സൺ പ്രോസ് എന്ന് പറഞ്ഞ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സും ലോസും മാത്രമായിരുന്നു. The third great prose writers of the period are King Alfred, Alfric and വുൾസ്റ്റാൻ. 3 പേരാണ് ഇവരായിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത്. കിങ് ആൽഫ്രഡ്, അൽഫ്രിക് ആൻഡ് വുൾസ്റ്റാൻ എന്ന് പറയുന്ന 3 പേരാണ് ഉണ്ടായിരുന്നത്. The successive raids of Danes made the English miserable. The Danes burned books, destroyed the monasteries. ഇതിനു മുമ്പ് കിങ് ആൽഫ്രഡിന് മുമ്പുണ്ടായിരുന്ന കാലത്ത് ഡാനിഷ് അക്രമം ഉണ്ടായി ഇംഗ്ലണ്ടില്. അവര് പുസ്തകങ്ങളൊക്കെ നശിപ്പിച്ചു. അവര് സാവേജ് പീപ്പിൾ ആയിരുന്നു. അവർക്ക് ഒരു തരത്തിലുള്ള ബന്ധവും പുസ്തകം ഉണ്ടായിരുന്നില്ല. ഒരുപാട് ലൈബ്രറികളും പുസ്തകങ്ങളൊക്കെ നശിപ്പിച്ചു. ഇനി കിങ് ആൽഫ്രഡ്, when his reign was peaceful, when he assumed the power, his reign was peaceful. He promoted education. His palace was a hub of learned men. അദ്ദേഹത്തിന്റെ പാലസിൽ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനി അദ്ദേഹത്തിന്റെ ട്രാൻസ്ലേഷൻസ് എന്തൊക്കെയാണ്? ഗർഗറീസ് പാസ്റ്ററൽ കെയർ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തു. ബീഡ്സ് എക്ലീസിയാസ്റ്റിക്കൽ ഹിസ്റ്ററി ഓഫ് ഇംഗ്ലണ്ട്, ഒറീസിയസ് ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, ബോയറ്റിയസിന്റെ ഡീകൺസുലേഷൻ ഫിലോസഫി, സെന്റ് അഗസ്റ്റീൻസിന്റെ സോളിലോക്യ, ഇതൊക്കെ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തതാണ്. ഇനി ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളിനെ കുറിച്ചിട്ടുള്ള ഒരു ഭാഗം കൂടെ. ദ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ, നമ്മൾ പറഞ്ഞു ആംഗ്ലോ സാക്സൺ കാലഘട്ടത്തിലെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കുറെ കഥകളുടെ ഒരു കൂട്ടമാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ. ക്രോണിക്കിൾ ഈസ് എ കളക്ഷൻ ഓഫ് അനൽസ് ഇൻ ഓൾഡ് ഇംഗ്ലീഷ് chronicling the history of Anglo-Saxons. ആംഗ്ലോ-സാക്സന്റെ ഹിസ്റ്ററി പറയുന്ന ഒരു ഏരിയ. അനൽസ് മീൻസ് ക്രോണിക്കലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അത് എന്താ പറയുക, ഈ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതുന്നതിനാണ് അനൽസ് എന്ന് പറയാം. The original manuscript of Chronicle was created late in the 19th century, probably in Wessex during the reign of Alfred the Great. ആൽഫ്രഡ് ന്റെ കാലഘട്ടത്തിലാണ് ഇതിന് ഒറിജിനൽ എഴുതപ്പെട്ടത്. 9 manuscripts survive in whole, in part, though not are all of equal historical value, and none of them is the original version. ഇതിൽ ഒറിജിനൽ ഒരുപാട് വേർഷൻസ് ഉണ്ട്. അതിലൊന്നും ഒറിജിനൽ വേർഷൻ ആയിട്ട് കണക്കാക്കാൻ പറ്റില്ല. 9 വേർഷൻസ് ഉണ്ട്. 7 ഇന്ന് കിട്ടുന്ന ഒന്നാണ്. Taken as a whole, however, the Chronicle is the single most important historical source of the period in England between the departure of the Romans and the decades following the Norman conquest. നമുക്കറിയാം ലാറ്റിൻ, ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ലാറ്റിൻ കോൺക്വസ്റ്റ് നടക്കുന്നത് AD 40 അത് മുതൽ 1066 വരെയുള്ള കാലഘട്ടത്തിലെ ഹിസ്റ്ററി, ഏകദേശം 1000 വർഷത്തെ ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നത് ഇതിലൂടെയാണ്. ഡിപ്പാർച്ചർ ഓഫ് ദ റോമൻ മുതൽ നോർമൻ കോൺക്വസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിലെ ഹിസ്റ്ററി നമുക്ക് കിട്ടുന്നത് ക്രോണിക്കിളിലൂടെയാണ്. The Chronicle survived to the modern period in 7 manuscripts, one of these being destroyed in the 18th century, and a fragment which are generally known by letters of the alphabet A to H. A മുതൽ H വരെയുള്ള ലെറ്റേഴ്സിൽ അറിയപ്പെടുകയാണ് ഇതിൽ ഓരോ കഥകൾ, ഫ്രാഗ്മെന്റ് കഥകൾ. അപ്പോൾ മോഡേൺ മാനുസ്ക്രിപ്റ്റിലൊക്കെ അങ്ങനെയാണുള്ളത്. കുറച്ചൊന്നും കാണാതെ പോയിട്ടൊക്കെ ഉണ്ട്. നിക്കോളസ് ഹോ, ക്ലീത്സ് ക്രോണിക്കിൾ and the Bede's Historia Ecclesiastica Gentis Anglorum, the ecclesiastical history of the English people, as the 2 great Anglo-Saxon works of history. അപ്പോൾ ആംഗ്ലോ സാക്സൺ ഹിസ്റ്ററിയുടെ 2 വർക്കുകൾ, വളരെ പ്രശസ്തമായ വർക്കുകൾ നിക്കോളസ് ഹോയുടെ അഭിപ്രായത്തിലാണ് കേട്ടോ. അക്കോർഡിംഗ് ടു നിക്കോളസ് ഹോ, ദ 2 ഗ്രേറ്റ് ആംഗ്ലോ സാക്സൺ വർക്ക്സ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്നത് ക്ലീത്തിന്റെ ക്രോണിക്കിളും അതേപോലെ ബീഡ്സിന്റെ ക്രോണിക്കിൾ, ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ ആണ് കേട്ടോ. അവിടെ ചെറിയ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ആംഗ്ലോ സാക്സൺ ക്രോണിക്കിളും ബീഡ്സ് ഹിസ്റ്റോറിയ എക്ലീസിയാസ്റ്റിക്ക ജെന്റിസ് ആംഗ്ലോറം എന്ന് പറയുന്ന പുസ്തകവുമാണെന്ന് നിക്കോളസ് ഹോ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ the second question you have to answer in this class is question B, is the 2 great Anglo-Saxon works of history. ആംഗ്ലോ സാക്സന്റെ ചരിത്രം പറയുന്ന 2 വലിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത്
വെൻ കിങ് ആൽഫ്രഡ് അസ്യൂംഡ് ദ പവർ. കിങ് ആൽഫ്രഡ് എന്നാണ് അധികാരത്തിലേക്ക് എത്തിയിട്ടുള്ളത്? ഈ 3 ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആൻസർ ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. സോ ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. ആൻഡ് അടുത്തൊരു ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് എത്താം. താങ്ക് യു.